എല്ലാ പ്രിയപ്പെട്ടവർക്കും മാത്തേരൻ വീഡിയോന്റെ രണ്ടാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം. ഞാൻ പറഞ്ഞ പോലെ ഇത് രണ്ടാമത്തെ എപ്പിസോഡാണ്. ആദ്യത്തേത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് കാണണം. അതിൽ ഇവിടെ തന്നെയുള്ള കുറെ കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, കുറെ സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നുണ്ട്. പിന്നെ മാത്തേരനെ പറ്റിയുള്ള കുറെ ഡീറ്റെയിൽസ് ഞാൻ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇപ്പതാ നമ്മൾ രാവിലെ തന്നെ എണീറ്റ് രാവിലെ കുറച്ച് വ്യൂ പോയിന്റ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ പഴയ ഒരു നിർമ്മിതിയാണ് നിങ്ങൾ ഈ കാണുന്നത്. പഴയൊരു ബിൽഡിംഗ് ആണ്. ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ നിർമ്മിച്ചതായിരിക്കണം. കാരണം ആ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ നമുക്ക് അത്രത്തോളം ഒരു പഴക്കം തോന്നുന്നുണ്ട്. ഇവിടുത്തെ മിക്ക കെട്ടിടങ്ങൾക്കും നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് അത്രത്തോളം ഒരു പഴക്കമുണ്ട്. നമ്മൾ ഈ രാവിലെ തന്നെ പോകുന്നത് രാംബാഗ് എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് രാംബാഗ് എന്ന് പറയുന്ന വ്യൂ പോയിന്റ് വരുന്നത്. ഈ വ്യൂ പോയിന്റ് നിന്ന് ജസ്റ്റ് നമ്മളൊന്ന് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നിന്നുള്ള വ്യൂവും കുറച്ച് നമുക്ക് കുറവാണ്. രാവിലെയും കോട ഉള്ളത് കൊണ്ട് അതുകൊണ്ട് നമുക്ക് ആദ്യം പോയിട്ട് ആ വെള്ളച്ചാട്ടത്തിന്റെ ഭാഗത്ത് പോയിട്ട് ആ വെള്ളച്ചാട്ടം ഒന്ന് കാണാം. നിങ്ങൾക്ക് താഴോട്ട് കാണുമ്പോൾ മനസ്സിലാവും അവിടെയൊക്കെ നല്ല ഭംഗിയുള്ള പച്ചപ്പോട് കൂടിയ മലനിരകളൊക്കെയാണ്. പക്ഷെ അതിന്റെ മുകളിലൊക്കെ കോട നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അത്രത്തോളം ഒരു വിസിബിലിറ്റി കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം പോയിട്ട് ആ വെള്ളച്ചാട്ടവും അവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. പോകുന്ന വഴി എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആണ്. കാരണം ഇങ്ങനെയുള്ളൊരു ചെറിയ വഴി കൂടെ നമുക്ക് വേണം പോവാൻ. ഇപ്പൊ കണ്ടോ, താഴെ ഭാഗത്തോട്ടൊക്കെ നല്ല കോടയാണ്. അതുകൊണ്ടാണ് നമുക്ക് താഴെ ആ ഭാഗത്തോട്ടൊന്നുള്ള വ്യൂ കിട്ടുന്നില്ല. ഇല്ലെങ്കിൽ അവിടെയൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു ഉണ്ടാവേണ്ടത്. നമ്മുടെ നിർഭാഗ്യം എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. അതുകൊണ്ട് നമുക്കിവിടെ കുറെ നേരം വെയിറ്റ് ചെയ്യാനും പറ്റില്ല. കാരണം നമുക്ക് ഇനിയും വ്യൂ പോയിന്റ്സ് ഒക്കെ പോയി കാണാനുണ്ട്. ഇതാണ് ഇവിടെ താഴെ വന്നാൽ നമുക്ക് കാണാനുള്ള ചെറിയൊരു വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ മഴ കുറച്ച് കുറഞ്ഞത് കൊണ്ട് വെള്ളച്ചാട്ടത്തിൽ കുറച്ച് വെള്ളമൊക്കെ കുറവാണ്. പക്ഷെ ആ ഭംഗി കണ്ടോ, എനിക്കത് ക്യാമറയിൽ കൂടെ നിങ്ങളെ കാണിച്ചു തരാൻ പരിമിതി ഉള്ളതുകൊണ്ടായിരിക്കണം. നമ്മൾ നേരിട്ട് കാണുന്ന സമയത്ത് ഏറ്റവും മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരുന്നതും ആ പുല്ലുകൾക്കിടയിലൂടെ ഒക്കെ വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ എനിക്കത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ഭംഗി അങ്ങനെ തന്നെ കാണിച്ചു തരാൻ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നിങ്ങൾക്കത് തിരിയാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ തിരിച്ച് നമുക്ക് മേലോട്ട് തന്നെ പോവാം. പോകുന്ന വഴി കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരാൾക്ക് ജസ്റ്റ് നടന്നു പോകാനുള്ള അത്രയും ചെറിയ വഴികളാണ് ഇവിടെ. അപ്പോൾ ഒരാൾ വരുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് താഴോട്ടും മുകളിലോട്ടും പോകാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു നേരെ നേരെ പോകുന്നത് അലക്സാണ്ട്ര വ്യൂ പോയിന്റിലോട്ടാണ്. മാത്തേരനിലെ മറ്റൊരു പ്രധാനപ്പെട്ട അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് അലക്സാണ്ട്ര എന്ന് പറയുന്നത്. നോർമലി നമ്മൾ ഒറ്റ സ്ഥലത്ത് പോയിട്ട് കാണുന്ന പോലെ, നേരത്തെ നമ്മൾ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് ഇറങ്ങിപ്പോയതുപോലെ അലക്സാണ്ട്ര വ്യൂ പോയിന്റിൽ നമ്മൾ കുറച്ച് താഴോട്ട് ഇറങ്ങിയിട്ടും മുകളിൽ നിന്ന് അങ്ങനെ നമുക്ക് രണ്ട് സ്ഥലത്തു നിന്നുള്ള വ്യൂ കിട്ടാനുണ്ട്. അപ്പൊ നമുക്ക് അവിടെ കോടയില്ലെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ അവിടെ കിട്ടും. പിന്നാന്ന് പറയുന്നത് നമ്മൾ ഈ പോകുന്നത് മാത്തേരന്റെ ഒരു അറ്റം ചേർന്നാ പോകുന്നത്. നമ്മുടെ റൈറ്റ് സൈഡിൽ ചെറിയൊരു ഏരിയ കഴിഞ്ഞാൽ ഫുൾ വ്യൂ പോയിന്റുകൾ ഇങ്ങനെ കിടക്കുന്ന പോലെയാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് അവിടെ നിന്നിട്ട് കാഴ്ച കാണാം. അതെ, ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് വരുന്ന സമയത്ത് പറഞ്ഞില്ലേ, നമ്മുടെ അലക്സാണ്ട്ര പോയിന്റിലോട്ട് പോകുന്ന വഴിയിലൊക്കെ നമുക്ക് ഒരുപാട് വ്യൂസ് കാണാനുണ്ട്. അതിലൊന്നാണിത്. ആ ഭാഗത്തുനിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലുള്ള വ്യൂ ആണ് ഈ ഭാഗത്തൊക്കെ കാണാനുള്ളത്. പക്ഷെ ഇവിടെയൊക്കെ ഇങ്ങനെ അധികം ആൾക്കാർ വന്ന് പോകുന്ന സ്ഥലം അല്ലാത്തതുകൊണ്ടാണ് ചെറിയ ചെറിയ ഏരിയകളേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. അടിപൊളിയാണ് ഇവിടെ നിന്നൊക്കെയുള്ള വ്യൂ എന്ന് പറയുന്നത്.
ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഏത് ഭാഗത്തോട്ട് നടന്നു പോയാലും അവിടെയൊക്കെ വ്യൂ പോയിന്റ്സ് ആണ്. അങ്ങനെയാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ കിടക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വലിയൊരു കുന്ന് നമ്മൾ മുകൾ ഭാഗം അങ്ങ് ചെത്തിക്കളഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ഒരു സ്ട്രക്ചർ, അതുപോലെ തന്നെയാണ് മാത്തേരം കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഏത് ഭാഗത്തോട്ട് നടന്നാൽ അവിടെയൊക്കെ വ്യൂ ആണ്. നമ്മൾ ഇനി ഇവിടുന്ന് പോകുന്നതാണ് അലക്സാണ്ട്ര വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഒരു വ്യൂ കണ്ടപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇതല്ല ശരിക്കും അലക്സാണ്ട്ര വ്യൂ പോയിന്റ് പറയുന്നത്. നമ്മൾ ഇനി ഇവിടുന്ന് നടന്ന് അങ്ങോട്ടാണ് പോകുന്നത്. പോകുന്ന വഴികളൊക്കെ അടിപൊളിയാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത അത് നമുക്ക് എങ്ങോട്ട് നടന്നു പോകുന്ന വഴികളൊക്കെ ഇതേപോലെ മുഴുവൻ മരങ്ങളും കോടയും ഒരു വല്ലാത്ത അനുഭവമാണ് കേട്ടോ മാത്തേരൻ. ഇതാണ് അലക്സാണ്ട്ര പോയിന്റ് വരുന്നത്. ഇവിടെ മുകളിൽ നിന്നുള്ള വ്യൂ അല്ലാണ്ട് നമുക്ക് താഴോട്ട് ഇറങ്ങിപ്പോയിട്ടും കുറച്ച് വ്യൂ ഒക്കെ കാണാനുണ്ട്. ഇവിടെ നമ്മൾ താഴോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാലുള്ള വ്യൂ എന്നൊക്കെ പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. അത് വേറെ ലെവലാണ്. എങ്ങനെയാണ് എനിക്ക് ഇത് ഡിഫൈൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇനി 2 ദിവസം ഇവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും വന്നിട്ട് പ്രധാനപ്പെട്ട 3-4 വ്യൂ പോയിന്റ്സ് എങ്കിലും ഒന്ന് കാണുക. ഇക്കോ പോയിന്റ്, ഈ പറഞ്ഞ അലക്സാണ്ട്ര പോയിന്റ്, അതുപോലെ തന്നെ റിവേഴ്സ് വാട്ടർഫോൾസ് വരുന്ന അവിടെ, പിന്നെ നമ്മൾ ഇന്ന് രാവിലെ പോയ രാംബാഗ് പോയിന്റ്, ഇതൊക്കെ ഇത്രയെങ്കിലും ഒക്കെ ഒന്നെങ്കിലും നിങ്ങൾ വന്നിട്ട് കണ്ടിട്ട് പോകണം. പറ്റുമെങ്കിൽ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം അത്രമാത്രം അടിപൊളിയാണ്. നമ്മൾ ഓരോ വ്യൂ പോയിന്റിൽ നിന്നും അടുത്ത സ്ഥലത്തോട്ട് പോകാൻ 3-4 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഒരു 25-ന്റെയും 30-ന്റെയും ഇടയ്ക്ക് വ്യൂ പോയിന്റ്സ് ഇവിടെ മൊത്തത്തിലുണ്ട്. അപ്പം അത്രയും വ്യൂ പോയിന്റ്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കും നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത്രയും ദൂരം നമ്മളൊരു ദിവസം നടക്കേണ്ട ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളിവിടെ വന്നിട്ട് ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാൻ പറഞ്ഞത്. ഇവിടുന്ന് ശരിക്കും താഴോട്ടുള്ള ഈ ഒരു വഴി എന്ന് പറയുന്നത് താഴെ ഇവിടുത്തെ ഒരു ഗ്രാമമുണ്ട്. ആ ഒരു ഗ്രാമത്തിലോട്ട് പോകുന്ന ആളുകൾ ഉപയോഗിക്കുന്ന വഴിയാണത്. സത്യത്തിൽ നമുക്ക് മാത്തേരനിലോട്ട് റോഡ് വഴി അല്ലാതെ 10 മാർഗങ്ങൾ, ഇതേപോലത്തെ ചെറിയ ചെറിയ കയറി വരാൻ പറ്റുന്ന 10 വഴികൾ മൊത്തമായിട്ടുണ്ട്. അത് കയറിയിട്ട് ശരിക്കും നമുക്ക് മാത്തേരനിലോട്ട് വരാൻ പറ്റും. പക്ഷെ നമുക്കത് കറക്റ്റ് അറിയാത്തതുകൊണ്ടാണ്. ഇവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകളൊക്കെ നടന്നു വരുന്ന വഴികളാണ്. ഇപ്പൊ തന്നെ നമുക്ക് താഴെ നിന്നൊക്കെ ആളുകൾ നടന്നു പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ ഇവിടുത്തെ ആളുകളൊക്കെ ഉപയോഗിക്കുന്ന വഴികളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കും ഇത്തരത്തിലുള്ള താഴോട്ടുള്ള ചില ഭാഗങ്ങളൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള കുറേ വ്യൂസ് കിട്ടും. മുകളിൽ നിന്നുള്ള ഒറ്റ വ്യൂവിന് കൂടാതെ ഇതുപോലെയുള്ള കുറേ വ്യൂസ് നമുക്ക് ഇവിടെ നിന്നൊക്കെ. ഈ ഒരു വഴിയാണ് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഇവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകളൊക്കെ അവരുടെ ഗ്രാമത്തിൽ നിന്ന് മാത്തേരനിലോട്ട് നടന്നു വരുന്ന വഴിയാണിത്. ഇങ്ങനെ 10-ലധികം വഴികൾ മാത്തേരനിലോട്ട് വരാൻ. ഞങ്ങൾ ഇവിടുന്ന് പരിചയപ്പെട്ടതാണ്. പുള്ളി മുംബൈക്കാരൻ തന്നെയാണ്. പുള്ളി 30-ലധികം തവണ ഇവിടെ മാത്തേരനിൽ വന്നിട്ടുണ്ട്. പുള്ളിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണെന്നാണ് പറഞ്ഞത്. പുള്ളി കുറേ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തന്നു. ഇതേപോലെ 10-ലധികം വഴികൾ താഴെ ഇങ്ങോട്ട് കയറി വരാനുള്ളതൊക്കെ പുള്ളിയാണ് പറഞ്ഞു തന്നത്. പക്ഷെ ക്യാമറയിൽ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളത് പുള്ളി പറയുമ്പോൾ അത് അംഗീകരിക്കണമല്ലോ. അങ്ങനെ ആ ഒരു വ്യൂ പോയിന്റിലെ കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് റൂമിലോട്ട് തന്നെ പോവാണ്. പോകുന്ന വഴിയിൽ ഇപ്പൊ സമയം 8 മണി കഴിഞ്ഞിട്ട് നിങ്ങൾ ആ കോട കണ്ടോ? ഇവിടെ വരെ നല്ല കോടയാണ്. അതുകൊണ്ടാണ് നമുക്ക് അത്ര വ്യൂ ഒന്നും കിട്ടാണ്ടായി പോയത്. ഇതിവിടെയുള്ളൊരു ഹോട്ടലാണ് കേട്ടോ. ഇതേപോലെ ഒരുപാട് ഹോട്ടലുകൾ, റിസോർട്ടുകളൊക്കെ ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ താമസിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇതാണ് ഇവിടെ മാത്തേരനിലുള്ള പോസ്റ്റ് ഓഫീസാണ്.
ഇവിടുത്തെ പോലീസ് സ്റ്റേഷനൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയുകയാണ്, അത് കാണാത്തവർ അതുകൂടി ഒന്ന് കാണണേ. ഇപ്പൊ പറഞ്ഞു വന്ന് ഇതാണ് നമ്മുടെ ഇവിടെയുള്ള പോസ്റ്റ് ഓഫീസ്. നമ്മളിനി നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. ഇതാണ് മാത്തേരൻ ടൗൺ വരുന്നത്. ഇവിടെ ഒരു മോർണിംഗ് മാർക്കറ്റ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. നമ്മൾ ഉപയോഗിക്കാത്തായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതുകൂടെ നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. വരെ മൺസൂൺ സീസണിൽ കുറെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് നേരൽ വരെ ഇപ്പോൾ ഓടില്ല. ഒക്ടോബർ 15 ശേഷം നമുക്ക് നേരൽ വരെ ഇവിടുന്ന് ടോയ് ട്രെയിൻ കിട്ടും. അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടും നമുക്ക് ടോയ് ട്രെയിൻ അവൈലബിൾ ആണ്. അവിടെയായിട്ട് ഒരു പഴയ ടോയ് ട്രെയിനിന്റെ ലോക്കോമോട്ടീവ് സ്റ്റഫ് ചെയ്ത് വെച്ചത് കണ്ടോ? ഒരു പഴയ ലോക്കോമോട്ടീവ് അത്. അപ്പോൾ നമ്മൾ മാത്തേരനിൽ ഏകദേശം എല്ലാ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിൽ നിങ്ങളിവിടെ വരുന്ന സമയത്ത് ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, എനിക്ക് ഇപ്പം നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയതിനേക്കാളും എത്ര ഇരട്ടി അടിപൊളിയാണ് മാത്തേരൻ. അതിവിടെ വന്ന് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്താൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഇവിടുത്തെ ഒരു ഭംഗീൻ്റെ ഒരു 10% അല്ലെങ്കിൽ 20% മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ക്യാമറയിൽ കൂടെ എനിക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ വരുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ ഈ കാഴ്ച നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വരണം. ഇവിടെ ഓരോ സ്പോട്ടും ഞാൻ പറയുന്നത് 2 ദിവസം നിങ്ങൾ ഒരു നൈറ്റ് ഇവിടെ താമസിച്ച് 2 ഫുൾ ഡേ ഇവിടെ കവർ ചെയ്താൽ അത്രയും സ്ഥലങ്ങൾ ഇവിടെ കാണാനുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ആ 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്ത് എല്ലാ സ്പോട്ടുകളും പോയിട്ട് കാണുക. അത്രയ്ക്ക് അടിപൊളിയാണ്. ഒരിക്കലെങ്കിലും ഒന്ന് വന്നിട്ട് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ട അത്ര അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് മാത്തേരൻ. ഇനി നമുക്കൊരു ടോയ് ട്രെയിൻ, അതായത് നമ്മൾ ഇങ്ങോട്ട് നടന്നാണല്ലോ വന്നത്, അപ്പോൾ തിരിച്ച് നമുക്ക് ഇതാണ് നമ്മുടെ മാത്തേരനിൽ ഐക്കോണിക് ആയിട്ടുള്ള ടോയ് ട്രെയിൻ എന്ന് പറയുന്നത്. അതിൻ്റെ എഞ്ചിനാണ് നിങ്ങൾ ഈ കാണുന്ന ലോക്കോമോട്ടീവാണ്. അപ്പോൾ തിരിച്ച് നമ്മൾ അതിലാണ് പോകുന്നത്. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് പോകാനുള്ള ടോയ് ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടുന്ന് ഈ ഒരു ടോയ് ട്രെയിനിൻ്റെ ടിക്കറ്റ് നമുക്ക് ഓൺലൈൻ എടുക്കാൻ പറ്റില്ല, ഓഫ്ലൈൻ മാത്രമേ കിട്ടുള്ളൂ. അതും ട്രെയിൻ ഇവിടുന്ന് എടുക്കുന്നതിൻ്റെ കുറച്ച് സമയം മുന്നേ മാത്രമേ അത് കൊടുക്കുള്ളൂ. പിന്നെ ഒരാൾക്ക് 4 ടിക്കറ്റ് മാത്രമേ കൊടുക്കുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങളിവിടെ വരുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. കാരണം നമുക്ക് ഓൺലൈൻ ഒന്നും ഇത് കിട്ടാത്തതാണ്. നല്ല ലൈൻ ഉണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഇവിടുന്ന് ആ ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ട്രെയിനിന് ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും വരുന്നുണ്ട്. ഇത് ഫസ്റ്റ് ക്ലാസ് ആണ്. നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് പക്ഷേ സെക്കൻഡ് ക്ലാസ്സിലാണ്. അങ്ങനെ ഒടുവിൽ ടിക്കറ്റ് കിട്ടി. ഞങ്ങൾ ഒരുപാട് പേരുണ്ടായതുകൊണ്ട് ടിക്കറ്റ് കിട്ടുമെന്ന് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടി. ഞങ്ങളിതാ നേരെ ട്രെയിനിലോട്ട് കയറിയിരുന്നു. നമ്മൾ ടിക്കറ്റ് എടുത്ത് അത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ട്രെയിനിൽ കയറി ഇരിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങനെ നമ്മുടെ ട്രെയിന് മാത്തേരൻ നിർത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നലെ ഇവിടെ എത്തി. ഇന്നലെ നമ്മൾ കുറേ കാഴ്ചകൾ കണ്ടു. അതിൻ്റെ ഒരു വീഡിയോ ഒരു എപ്പിസോഡായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ നമ്മളെ കാഴ്ചകൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ മാത്തേരൻ വിട പറയുകയാണ്. എനിക്കൊരു സ്ഥലത്ത് വന്നിട്ട് വീണ്ടും എന്തായാലും ഉറപ്പായിട്ടും അവിടെ വരണം തോന്നിയ ചുരുക്കം ചില സ്ഥലങ്ങളിലൊന്നാണ് ഈ മാത്തേരൻ. അതുകൊണ്ട് തന്നെ എന്തായാലും ഒരിക്കൽ കൂടെ ഇങ്ങോട്ട് വരും. പറ്റുവാണെങ്കിൽ ഈ വർഷം തന്നെ വരുമെന്നാണ് തോന്നുന്നത്. ഒക്ടോബർ 15 ശേഷം നേരൽ നിന്ന് ആ ഒരു ടോയ് ട്രെയിൻ സർവീസ് തുടങ്ങിയാൽ ഒരിക്കൽ കൂടെ ഇവിടെ വരണമെന്നുണ്ട്. ഇന്ന് മിസ്സായ കുറച്ച് കാഴ്ചകൾ അന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അത്രമാത്രം അടിപൊളിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. മൺസൂൺ ടൈമിലെ മാത്തേരൻ അത് ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മസ്റ്റായിട്ടുള്ള പ്ലേസ് ആണ്. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത്രമാത്രം അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇനി ഞാൻ എങ്ങനെ ഇങ്ങോട്ട് വന്നു എന്ന് ചോദിച്ചാൽ, ട്രിപ്കോ എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ കൂടെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ മാത്രമല്ല, ഞങ്ങൾ മൊത്തം 67 പേരുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ ഈ ട്രിപ്പ്. അതുകൊണ്ട് നിങ്ങൾക്ക് അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. അത്രമാത്രം അടിപൊളിയായിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്തത്. നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ സെർച്ച് ചെയ്താൽ ട്രിപ്കോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ പേജ് കിട്ടും.
ഞാൻ അവരുടെ പേജിൻ്റെ ലിങ്കും അതിലെ ഒരു നമ്പറും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ മസ്റ്റായിട്ട് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിയുള്ള പാക്കേജുകളൊക്കെ നിങ്ങൾ നോക്കിക്കോ. ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മാതേരനിലോട്ടുള്ള ട്രിപ്പ് ചെയ്യുന്ന ട്രിപ്പാണ്. ഞാൻ കുറേ തപ്പിയതിന് ശേഷമാണ് അവരെടുത്തത്. പക്ഷേ ആ ഒരു എടുക്കുന്ന സമയത്ത് എനിക്ക് ഇവരെങ്ങനെ ആയിരിക്കുന്നു എന്ന് അറിയില്ലല്ലോ. പക്ഷേ ഇപ്പം ഞാൻ ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞ് പോകുന്ന സമയത്ത്, അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനം ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാമെന്ന്. കാരണം നമ്മൾ എല്ലാ കാഴ്ചകളും കണ്ടിട്ട് നമുക്ക് സംതൃപ്തി ഉണ്ടെങ്കിലാണല്ലോ നമ്മളത് പറയേണ്ടത്. അത്രമാത്രം അടിപൊളിയായിട്ടാണ് കേട്ടോ അവർ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ട്രിപ്കോയ്ക്ക് വലിയൊരു താങ്ക്സ് പറയാണ്. കാരണം അടിപൊളിയായിരുന്നു. പിന്നെ ഈ ട്രിപ്പിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ ആളുകളുണ്ട്. ഞാൻ ഒരാളുടെ പേരെടുത്ത് പറയാത്തത്, പേര് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും പേര് പറയേണ്ടി വരും. നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കോട ഉണ്ടായിരുന്ന ഒരു ഭാഗമാണ്. നമ്മൾ ഫസ്റ്റ് വീഡിയോ കാണാത്തതുകൊണ്ട് അത് കാണുമ്പോൾ മനസ്സിലാവും. ഈ ഭാഗത്തൊക്കെ നമ്മൾ നടന്നിട്ടാണ് മുകളിലോട്ട് പോയത്. അപ്പോൾ ഒക്കെ ഇവിടെ കോടയായിരുന്നു. പക്ഷേ ഇതാ കോട മാറിയപ്പോൾ ആ ഒരു ഭംഗി കണ്ടോ? ഇപ്പോൾ ഒക്കെ ശരിക്കും മുകളിൽ പല സ്ഥലത്തും കോട മാറിയിട്ടുണ്ടാവും. നമുക്ക് അവിടെ കുറച്ച് വ്യൂ ഒക്കെ കിട്ടാണ്ട് പോയിട്ടുണ്ട്. ഇല്ല, പക്ഷെ കുഴപ്പമില്ല, നമ്മൾ എന്തായാലും ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വരുന്നതായിരിക്കും. അന്ന് നമ്മൾ ഇവിടെ ഇന്ന് കാണാൻ പറ്റാണ്ട് പോയ എല്ലാ കാഴ്ചകളും കാണും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ ഒരു ട്രിപ്പ് അടിപൊളിയാക്കി എല്ലാവർക്കും വലിയൊരു താങ്ക്സ് പറയാണ്. കാരണം നിങ്ങളൊക്കെ എത്രമാത്രം എനിക്ക് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് എന്ന് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെയൊക്കെ ഒരുപാട് മിസ് ചെയ്യും. നമുക്ക് വീണ്ടും എവിടെയെങ്കിലും യാത്രകളിലൊക്കെ വെച്ച് വീണ്ടും കാണാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ട്രിപ്കോയ്ക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും വലിയൊരു താങ്ക്സ് പറയാണ്. അങ്ങനെതാ നമ്മുടെ ട്രെയിന് അമാൻ ലോഡ്ജ് സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസത്തെ മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മളിവിടെ ഇറങ്ങും. എന്നിട്ട് ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ നമ്മൾ തിരിച്ചു വിടുന്ന ഷെയർ ടാക്സിക്കാണ് പോവുക. അപ്പോൾ നമ്മള് മാത്തേനുള്ള കാഴ്ചകളൊക്കെ കണ്ടു. അവസാനം ഒരു ടോയ് ട്രെയിൻ എക്സ്പീരിയൻസ് കൂടെ നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവാണ്. നമുക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ട്രാക്കിലൂടെ നടന്നുപോയി. തിരിച്ചു വരുമ്പോൾ ടോയ് ട്രെയിനിലാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ മാത്തേരനിൽ നമുക്ക് പോകാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ മാത്തേരനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു കറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന് കാണണം. എനിക്ക് ഇവിടുത്തെ ആ ഒരു എന്താ പറയുക, നമ്മളെ ആ സൈറ്റ് കാണുമ്പോൾ ഒരു ബ്യൂട്ടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ എനിക്ക് പറ്റില്ല. ഒരു 50% മാത്രമേ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ മാത്തേരനിൽ പറ്റുന്നതും ഒരു മൺസൂൺ സീസണിൽ തന്നെ ഇങ്ങോട്ട് വരിക. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഈ ഒരു ട്രാക്കിൻ്റെ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻസ് ആയിട്ട് പറയുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു മനോഹര യാത്രയായിട്ട് കാണാം. അതുവരേക്ക് എല്ലാവർക്കും